ശരിക്കും അംബരീഷിനെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്നാ അറിയോ, നീ എല്ലാം വെട്ടി തുറന്നങ്ങ് പറയും കേട്ടോ. നമുക്കങ്ങനെ അങ്ങനെ വെച്ച് വരച്ച് വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് എല്ലാവർക്കും ചിലവർക്ക് അതൊക്കെ ഭയങ്കര പ്രോബ്ലം ആണ്, ചിലവർക്ക് അതൊക്കെ ഭയങ്കര കാര്യമാണ്. പക്ഷെ ഞാനിങ്ങനെ പറയും. ഞാനിതാ എനിക്ക് വേറെ എടുത്ത് വെക്കാൻ പറ്റത്തില്ല. ഒട്ടും പറ്റില്ല. വേറെ ഇങ്ങനെ ഒന്ന് അതൊട്ടും പറ്റത്തില്ല. അംബരീഷൻ, ഞാൻ ഇനി ചോദിക്കാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നീ കൈലി എനിക്ക് ടെൻഷനാണ്. നീ ചോദിക്കാൻ പോണ കാര്യത്തെ പറ. നീ കൈലി ഉടുത്ത് റോഡിൽ കൂടെ ഡാൻസ് കളിക്കുന്നു, കുപ്പി പിടിച്ച് നടക്കുന്നു, നിനക്കാണെ വലിയ ഗ്ലാമർ ഇല്ല. നിന്നെയൊക്കെ മലയാള സിനിമ പറഞ്ഞു വരട്ടെ, നിന്നെ മലയാള സിനിമയൊക്കെ എടുക്കുമോടാ എന്ന് ചോദിച്ചവർക്ക് കൊടുത്ത മറുപടി റൊമാൻസ് തന്നെ കേട്ടോ. അതിന് എനിക്ക് തരാൻ പറ്റുന്ന ഒറ്റ കാര്യം, ശരിക്കും അത് ചെറിയ കാര്യമല്ല അംബരീഷേ, സത്യം. ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? പിന്നെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. എന്തൊക്കെ കുത്തുവാക്കുകളാണ് പറഞ്ഞത്? കുത്തുവാക്കുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. കാരണം ഈ ഒന്നാതെ അതിങ്ങനെ ആവർത്തന വിരസമാകും എല്ലാവരും ഇത് പറഞ്ഞു പറയേണ്ട സമയമായടാ മച്ചാ. ഇല്ലടാ, നമ്മളിപ്പോൾ പഠിച്ച ടൈമിലൊക്കെ ആണേലേ എനിക്ക് ഞാൻ കുറച്ച് അധികം ഈ റേസിസം എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഈ മാറ്റി നിർത്തൽ പരിപാടി അങ്ങനെ ഒരു സംഭവമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാണോ? എനിക്ക് മനസ്സിലായി. നമ്മളെ നമ്മളെ 10 പേരെ മുന്നിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്നു, മാറ്റി നിർത്തുന്നു, കൊള്ളാത്തവനാണെന്ന് പറയുന്നു. കൊള്ളാത്തവനാണെന്ന് പറയെങ്കിൽ ഓക്കെ, ഇത് പറയാതെ പറയും. മനസ്സിൽ വെച്ചിട്ട് പുറമേ ഒരു ഇത് കാണിക്കും. അതിപ്പം നമ്മുടെ ആരൊന്നും പറയില്ല. നമ്മൾ ഈ പഠിക്കുന്ന ടൈമാണെങ്കിലും പല ഈ മത്സരങ്ങളൊക്കെ ഇല്ലേ, സ്കൂളിൽ നിന്നുള്ള മത്സരങ്ങൾ, അങ്ങനത്തെ പരിപാടീസൊക്കെ, അതിലൊക്കെ എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട്. എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ആ ടൈമിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഇത്രയും ഫെയർ സ്കിന്നായിട്ട് നിൽക്കുമ്പോൾ ആൾക്കാർ നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഓക്കെ, അത് നമുക്ക് ഓക്കെ, ഞാനത് ആ രീതിയിൽ അത് എടുക്കുന്നുള്ളൂ. ഇപ്പോഴും ആ രീതിയിൽ തന്നെ എടുക്കുന്നുള്ളൂ. നീ ചോദിച്ചാറിന് ഞാൻ പറഞ്ഞ ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളൊരിത് പറഞ്ഞാൽ. പക്ഷേ അതൊക്കെ എനിക്കൊരു വാശിയായിരുന്നു. എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് നമ്മളൊരു കപ്പെടുക്കണമെന്നൊക്കെ അങ്ങനത്തെ ഒരു വാശിയൊക്കെ ഇല്ലേ. എന്നിട്ട് ഞാൻ എന്നെ ഇങ്ങനെ മാറ്റി നിർത്തിയ ആ ഒരു ഫെസ്റ്റിവലിനും മിമിക്രിക്ക് ഞാനായിരുന്നു ഫസ്റ്റ്. അപ്പോൾ ആ സ്കൂളിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഞാനായിട്ട് അന്ന് ഞാൻ കൊടുത്തു. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു ചെറിയ ചെറിയ സ്വീറ്റ് റിവഞ്ചുകളും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ എനിക്ക് മാനസികമായൊരു ബലം. അത് ഈ പറയാതെ തന്നെ അംബരീഷിന് അറിയാമായിരുന്നോ ഓരോരുത്തരുടെ എക്സ്പ്രഷൻ കാണുമ്പം ഇവരെന്നെ മാറ്റി നിർത്തിയതാണ്? മനസ്സിലായിട്ടുണ്ട്. പിന്നെ അതെന്താ നമുക്ക് മനസ്സിലാവാതെ? നമുക്ക് വ്യക്തമായി മനസ്സിലാവും. എന്നിട്ട് നമ്മളെ മാറ്റി നിർത്തുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ ഉള്ള ഒരു ഇതുണ്ടായിരുന്നു. എല്ലാവരും ഒബ്സർവ് ചെയ്യുമോ? ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യും. ഒരാളെ ഞാൻ മറ്റേ ഇങ്ങനെ ഇപ്പോൾ ഒരാളിങ്ങനെ നടക്കുമ്പോൾ അയാളെ കോപ്പി അടിച്ചതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയൊക്കെ നടക്കുന്നത് എല്ലാം ഞാനിങ്ങനെ ഗ്രാസ്പ് ചെയ്യും. നമ്മളൊരു മിമിക്രി മോണാക്റ്റൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്യും അവരുടെ മാനറിസവും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് എല്ലാവരെയും ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ കളറിൻ്റെ കാര്യം പറഞ്ഞപ്പം ഞാൻ എടുത്തു പറയുവാണ്, ഈ കളറ് കാരണം മാറ്റി നിർത്തിയ മേഖലകളുണ്ടോ? മാറ്റി നിർത്തിയതെന്ന് വെച്ചാൽ പുറകോട്ടാക്കിയ മേഖലകളൊക്കെ ഉണ്ട്. എന്തൊക്കെയാ അത്? ഡാൻസ് തന്നെ. ഡാൻസിലൊക്കെ നമ്മൾ ഫ്രണ്ടിൽ നിർത്തുക, അങ്ങനെയുള്ള പരിപാടീസൊക്കെ ഇല്ലേ. അത് ഗ്ലാമർ ഉള്ളവനെ ഫ്രണ്ടിൽ നിർത്തും, ബാക്കിയുള്ളവനെ പുറകിൽ തട്ടും. ഇപ്പോഴാണെ ഒക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ ഒരു 5-6 വർഷം മുമ്പായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാധനം ഞാനിങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾ മറ്റേ സാറല്ലേ ഇടല്ലേ പറയും. പിന്നെ ഇല്ല എടാ, എനിക്കില്ലേ, എനിക്ക് പറയുമ്പോൾ തന്നെ എനിക്ക് സങ്കടമൊന്നുമല്ല മനസ്സിലായി. എനിക്കൊരു വാശി പോലെയാണ് വരുന്നത്. അല്ലാണ്ട് ഇവൻ എന്നെ മാറ്റി നിർത്തി ഞാനിപ്പോൾ പോയാലും മറ്റേ റാമ്പി പോയാലും എനിക്ക് നടുക്ക് നിൽക്കണം. ആ മൂടാ ഏൻ കാട്ടിന്ന് അതാ സിംഗം. ആ മൂഡ് തന്നെയാണ്. അല്ലാണ്ട് ഞാനായിട്ട് ഡെസ്പായി മറ്റേ അങ്ങനെ ഒരു പരിപാടിയില്ല. എങ്ങനെയും ഞാൻ ഒരു സൈഡ് ഇങ്ങോട്ട് മാറ്റി നിർത്തി ഞാൻ ഇതുവഴി കയറും. ഞാൻ അതിനൊരു മാറ്റം ഇല്ല ഇതിൽ. ഈ കറുപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, ഇന്നും മലയാളികൾ എത്ര കാലം കഴിഞ്ഞാലും, ഇനി എത്ര നടന്മാർ വന്നാലും, ഇനി എത്ര പാട്ടുകാർ വന്നാലും കറുത്തമുത്ത് മണിച്ചേട്ടൻ തന്നെ ആവത്തുള്ളൂ. മാറ്റമുണ്ടോ? ഒരു മാറ്റവും ഇല്ല. ഇന്ന് മണിച്ചേട്ടൻ പാട്ട് കേട്ടാൽ എഴുന്നേറ്റ് തുള്ളില്ലേ. ഏത് പ്രോഗ്രാം എടുത്തോ, ഇന്നൊരു കല്യാണ വീട് എടുത്തോ, ഇനി എത്ര വലിയ ഈവന്റ് എടുത്തോ, മണിച്ചേട്ടൻ ഇന്ന് വന്ന ഈവന്റ് പാട്ടുകാരൊക്കെ പേര് പറയുന്നില്ല, മണിച്ചേട്ടൻ പണ്ട് വിട്ടതാണോ? അത് ഉറപ്പായിട്ടും. എടാ ഞാൻ എപ്പോഴും റെഫറൻസ് ആയിട്ട് നമ്മൾ ഡാൻസ് ആയാലും ഒരു റെഫറൻസ് ആയിട്ട് എടുക്കുന്ന മണിച്ചേട്ടനാണ്. കാരണം പുള്ളിയുടെ ഒരു മെയ് വഴക്കമുണ്ട് മോനെ, അത് ശരിക്കും നോട്ട് ചെയ്യാൻ മനസ്സിലാവും.
വേറെ ആർക്കും ഇല്ല അങ്ങനെ ഒരു സാധനം. ഒരു പുള്ളിയുടെ തന്നെ ഒരു ആക്ഷൻ, ഒരു ഒഴുക്കും. ഒരു ഒഴുക്കുണ്ട്. ഇതുപോലെ കണ്ടേക്കുന്നത് രജനീകാന്തിനേ ഉള്ളൂ തമിഴില്. മനസ്സിലായില്ലേ? ഒരു മനസ്സിലായില്ലേ സ്റ്റൈലും അത് പുള്ളിയുടെ ഒരു മാനറസം ഉണ്ട്, ആ ഒരു ഡാൻസ്, ഒരു കോമിക് രീതിയുണ്ട്. അത് നമ്മൾ നീ ആദ്യം ചോദിച്ചില്ല മറ്റേ ചിരിച്ചോണ്ട് കളിക്കുന്ന പരിപാടീസൊക്കെ, അതൊക്കെ മനുഷ്യേട്ടൻ്റെ സംഭവമാണ്. ഈ അംബരീഷ് എടാ നീ ഇപ്പം ചെയ്യുന്ന സ്റ്റെപ്പ് ആണെങ്കിൽ പോലും ഡാൻസ് ആണെങ്കിൽ പോലും ഈ ഒരുപാട് ഡാൻസേഴ്സിനെ ഇപ്പം എടുത്തുനിന്നിരിക്കട്ടെ, സ്റ്റെപ്പിൽ ഓക്കെ ആയിരിക്കും, പക്ഷെ നിന്നിൽ കാണുന്ന ഒരു ഗുണമെന്ന് പറയുന്നത് എക്സ്പ്രഷൻ വേസ് ആണെങ്കിലും സ്റ്റൈൽ വേസ് ആണെങ്കിലും എല്ലാം വരുന്നുണ്ട്, മാൻഡ്രസ് ഉൾപ്പെടെ. അത് മണിച്ചേട്ടനിലും ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു ഭയങ്കര സ്നേഹമായിരുന്നു പുള്ളിയോട്. കാരണം ഞാൻ പുള്ളിയുടെ ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം എന്ന് പറഞ്ഞൊക്കെ പഴയ CD ഒക്കെ ഇല്ലേ, നമ്മൾ ഈ ഓണത്തിന് മാത്രം ഇറങ്ങുന്നില്ലേ, അതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കളിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ മണിച്ചേട്ടൻ്റെ വീടും സ്ഥലമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം മുതലേ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അംബരീഷെ മണിച്ചേട്ടനെ ഫോളോ ചെയ്യുന്നു, ഇപ്പോഴും മണിച്ചേട്ടൻ്റെ പാട്ടുകൾ എടുത്ത് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, മണിച്ചേട്ടനെ പറ്റി 2 വാക്ക്. 2 ലൈൻ പാടാം. തേച്ചാലും മാച്ചാലും ജീവചരിത്രം മനസ്സിനുമായോഗില്ല, ഈ ചാലക്കുടിക്കാരൻ ചാലക്കുടി നാട് വിട്ടെങ്ങും പോകുകയില്ല. അതിനപ്പുറം ഒരു വരിയില്ലല്ലേ പുള്ളിയെ പറ്റി. പിന്നെ എന്തോ പറയാനാ, അത് 2 വാക്കി തീരത്തുമില്ല. പുള്ളി തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പുള്ളിയെ പറ്റി. നമ്മളായിട്ട് ഇതൊക്കെ ഇല്ല. ഇപ്പം ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു കാര്യം അംബരീഷ് കണ്ടോന്ന് എനിക്കറിയത്തില്ല, ഒരുപാട് റാപ്പും കാര്യങ്ങളും ഒക്കെ വരുമ്പം മണിച്ചേട്ടൻ ഒരു സാധനം ഇപ്പൊ എയിലൂടെ വന്നു, ഞാൻ വയസ്സനല്ലട കിളവനല്ലട തങ്കമ്മേ, അതോ കേൾക്കുമ്പോ ഒരു ഉന്മേഷം. അതാ പറഞ്ഞ ഈ പുള്ളി ഒരു പവർ പാക്ക് സംഭവമായിരുന്നു, ഭയങ്കര പോസിറ്റീവ് ഓറയായിരുന്നു പുള്ളി. ഒരു സ്റ്റേജ് കൊടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് പുള്ളിക്കറിയാം. അതിന്റെ മുക്കും മൂലയും പുള്ളി യൂട്ടിലൈസ് ചെയ്യും.